ചപ്പും ചവറും പുറത്തെറിഞ്ഞും മക്കളെ മറുനാട്ടിലേക്ക് എറിഞ്ഞും കോൺക്രീറ്റ് കോട്ടയിൽ ഒളിച്ചിരുന്നാൽ നമുക്ക് എത്ര പേർക്ക് എത്ര നാൾ രക്ഷ കിട്ടും? ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കലാജാതിയിലൂടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി എം ശൈലജമാഷ് ചോദിച്ചതാണ് ഈ ചോദ്യം. ഉണ്ടല്ലോ, നോക്ക്, ഇങ്ങനെ ഒരു കുഞ്ഞു തലമുറയെ മുതിർന്ന തലമുറയെ പുതിയ ബോധത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന പുതിയ കാലത്തിന്റെ വെല്ലുവിളികളെ അതിജീവിക്കാൻ ഒരു സമൂഹത്തിന് കരുത്ത് നൽകുന്ന സംഘപ്രവർത്തനത്തിന്റെ പേരാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കലാജാഥ എന്നത്. ആ കേരള സ്റ്റോറിയിലൂടെ നമ്മൾ എന്താണ് കേൾക്കുന്നത്? ഈ കലാപത്തിന്റെ വിത്തുപാകുന്ന നാടാണ് കേരളം എന്നാണ്, അല്ലേ? അങ്ങനെ കലാപത്തിന് വിത്തുപാകുന്ന നാടാണോ ഈ കേരളം? അങ്ങനെ വിത്തുപാകുന്ന ഒരു നാടാണോ ഈ പുത്തനൂര്? സുഹൃത്തുക്കളെ, അതിൽ ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കലാജാഥകൾക്ക് ഒരു വലിയ പങ്കുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നോക്കൂ, ഇങ്ങനെയുള്ള കലാജാഥകൾ, ഇങ്ങനെയുള്ള പാട്ടുകൾ, ഇങ്ങനെയുള്ള അവതരണങ്ങൾ, ഇതൊക്കെ കേട്ടും പറഞ്ഞുമാണ് ഈ നാടിനെ നമ്മൾ മാറ്റിയത്.